ഈസ് ബ്യൂട്ടിഫുൾ ബൈ അമ്പിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വൈകുന്നേരം കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് കുറച്ച് ഞണ്ട് കറിയും പിന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റും കുറച്ച് ഇടിയും. ഞാനും ജോഷിയാനും കൂടി ഹൈലൈറ്റ് മാളിൽ പോയി. അവിടുന്ന് പോയിട്ട് ഞണ്ടും പിന്നെ കുറച്ച് ചെമ്മീനും കൂടി മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ അത് ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞണ്ടും ഒരു ചട്ടിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുടലും പിന്നെ അതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കാല് വേറെ വെച്ച് ഇങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ ചെമ്മീൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഇഞ്ചിയും പിന്നെ അതിനൊപ്പം തന്നെ വെളുത്തുള്ളി നന്നാക്കി ഇതെടുത്ത് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചതച്ചെടുക്കാനായിട്ട് പോവുക. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഞാനത് നന്നാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സബോള എടുത്തിട്ട് അതും കൂടി ഇങ്ങനെ അരിഞ്ഞ് എല്ലാം ചെയ്ത് ഇങ്ങനെ വെച്ചു. അങ്ങനെ ഇന്നതായി കഴിഞ്ഞ് പിന്നെ 2 തക്കാളിയും കൂടി എടുത്തു. 2 തക്കാളി എടുത്ത് അതും ചെറുതായി അരിഞ്ഞ് അതും കൂടി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം റെഡിയാക്കാനായിട്ട് അടുപ്പിൽ പോയിട്ട് തീ കത്തിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടികൾ ഞാൻ ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തീ കത്തിക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ അടുക്കളയിലേക്ക് ഞാൻ പോയി. അപ്പുറത്തെ അടുക്കളയിലാണ് ഇപ്പോൾ തീ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഗ്യാസ് മഴ തന്നെയാണ് എല്ലാം ചെയ്യണത്. അത് കാരണം അവിടെ തീ കത്തിക്കാറില്ലേ. ഇപ്പം അത് തീ കത്തിച്ചതിലേക്ക് പിന്നെ സാവകാശം ഞാൻ തീ വന്നപ്പോൾ അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എന്താ പറയുക ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിട്ട് കൊടുത്തു. അതിങ്ങനെ ഇളക്കി ഇരുന്നു. പിന്നെ തീ കത്തണ്ടോ എന്ന് ഇങ്ങനെ നോക്കും ഇടയ്ക്ക്. അപ്പം എന്താണ് ചൂട് പിടിക്കാൻ ഇത്തിരി താമസമൊക്കെ ഇങ്ങനെ വരാനേ. അപ്പം അതിങ്ങനെ ഇടയ്ക്ക് നീക്കിയും കൊണ്ടിങ്ങനെ ഇരിക്കും, വീണ്ടും ഇളക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇളക്കി മൂത്ത് വരാനായിട്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോവും, അപ്പുറത്തെ അടുക്കളയിൽ പോയി ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ അത് ഇളക്കിയിരുന്ന് അടുത്ത് പിന്നെ കൊച്ചുള്ളി ഇങ്ങനെ ഇടാന്ന് വെച്ച് നിന്നു. അപ്പോഴും വീണ്ടും മൂക്കണില്ല. തീ അങ്ങോട്ട് കത്തല് പോരാ ശരിക്ക്. കത്തിക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ കത്തിക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടുപ്പ് കത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. സ്ഥിരം കത്തിക്കുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമുണ്ടാവില്ല, വേഗം കത്തും. ഇത് നമ്മൾ കത്തിക്കാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അത് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഇടയ്ക്ക് ഊതിയും കൊടുക്കും. അങ്ങനെ ഇളക്കി അത് മൂത്ത് വന്നപ്പോൾ കൊച്ചുള്ളി ഇട്ടു. കൊച്ചുള്ളി ഇങ്ങനെ അതിങ്ങനെ വഴറ്റാനായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് ഇതാവണമെങ്കിൽ ഒന്ന് ഇത്തിരി ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പിടാൻ പോവുക. ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഇളക്കി. അപ്പോഴാണെങ്കിൽ അവിടെ ഇഷാനും മിലാനും കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അവർ തീ കത്തിക്കുന്നിടത്തേക്ക് വരുമെന്ന് പേടിയാണ്. ഇഷാനും ഇലാനൊക്കെ എൻ്റെ മക്കളാട്ടാ. അവരിങ്ങനെ ഞാൻ പേടിച്ചിട്ട് ഞാനിവിടെ അടുപ്പിൽ തീ കൂട്ടാറില്ല. കാരണം തീയല്ലേ, പിള്ളേരുള്ളിടത്ത് നമ്മളിങ്ങനെ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ അവർ വന്ന് തീക്കൊള്ളി എടുക്കുമെന്നൊക്കെ പേടിയാണ്. അത് കാരണം മാക്സിമം ഞങ്ങൾ ബാക്കിൽ ഗ്യാസ് സ്റ്റൗമ്മളാണ് എല്ലാം ഉണ്ടാക്കുക. ചെറുതാണെങ്കിൽ എപ്പോഴും പേടിച്ചിട്ട് അടുക്കളയിലേക്ക് ഒന്നും വെക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ തീ കണ്ടു കഴിഞ്ഞാൽ ഓൾക്കുടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി ഓടും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അത് ചുവന്നുള്ളി ഇങ്ങനെ മൂത്ത് വന്നു. അപ്പം ഞാൻ അതിലേക്ക് പിന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അത് വീണ്ടും ഇളക്കി ഇങ്ങനെ ഇത് ചെയ്തായി കഴിഞ്ഞപ്പോൾ തീ വീണ്ടും കത്തിച്ച് കഴിഞ്ഞ് വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇളക്കി വീണ്ടും അങ്ങനെ എല്ലാതും ചെയ്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും, കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മസാല മൂത്തതിന് ശേഷമാണ് നമ്മൾ ഞണ്ടിടാൻ പാടുള്ളൂ. അപ്പോൾ എന്താ പറയുക, കഴുകി വെച്ച ഞണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ അടുക്കളയ്ക്ക് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി അങ്ങ് അപ്പുറത്തേക്ക് ഞാൻ പോവും, അതിനിടയിൽ ഇളക്കി വീണ്ടും പോവും. അങ്ങനെയാണ് ഞണ്ട് എടുത്ത് കൊണ്ടുവന്ന് അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞണ്ട് കൊണ്ടിടുന്നത്. അപ്പം അങ്ങനെ ഞണ്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ നന്നായി മസാല ഇങ്ങോട്ട് ഇളക്കി. പിന്നെ തക്കാളിയാണ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും പറയണ അപ്പം ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പിട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പം ഇളക്കി ഇത്തിരി ഉപ്പും കൂടി നമ്മൾ ഇടണമല്ലോ, കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളം അപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ നന്നായി ഇളക്കിയിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക, വീണ്ടും വെള്ളം ഒഴിക്കണമെന്ന് അറിയില്ലല്ലോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അറിയാൻ പറ്റുള്ളൂ എന്തോരം ഗ്രേവി വേണമെന്ന് അറിയാൻ. അപ്പോൾ അതിങ്ങനെ ഇളക്കി ഗ്രേവിയൊക്കെ വന്നതിന് ശേഷം വരുന്നുണ്ടോ നോക്കി വീണ്ടും മൂടിയിടാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് കുറവുണ്ട് അതിൽ ഗ്രേവിക്ക് എന്ന് തോന്നി. അപ്പോൾ ഞാൻ നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരപ്പാലും കൂടി കുറച്ച് അതിലൊഴിച്ച് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത്
അടച്ചു വെച്ചു. അടച്ചു വെക്കാനായിട്ട് പാത്രം എടുത്ത് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറച്ചിടാൻ മറന്നു പോയപ്പോഴേക്കും ഓടി ചെന്ന് അതും മറച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് ചിലതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെറുതായി ഇതായി വരുന്നുണ്ട്. കരിഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചില്ല. അപ്പം ഞാൻ ഇടിയപ്പത്തിനുള്ള പൊടി പാത്രത്തിൽ ഇട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് തന്നെ. അപ്പം ആ ചൂടുവെള്ളം ദൈവം വന്നതിന് ശേഷം പിള്ളേര് പേടിയണേ, ചൂടുവെള്ളം ഇരിക്കല്ലേ കണ്ട. ഇലു വന്നാണെങ്കിൽ അതേ പൊടിയിൽ അവൻ നോക്കുന്നുണ്ട്. അപ്പം അടുത്ത് തന്നെ ചൂടുവെള്ളം ഇരിക്കുന്നുണ്ട്. അതെന്നെ പേടിയാ. വൈബും ഈശാനും കൂടി അവിടെ ഇരുന്ന് വൈബ് ദേ മൊബൈൽ കളിക്കുന്നുണ്ട് അവിടെ. ഈശാനും മൊബൈലിൽ തന്നെ കളിക്കുക. രണ്ടാളും ഭയങ്കര കളിയാ മൊബൈലിൽ. എപ്പോഴും മൊബൈലാ. മൊബൈൽ മേടിച്ച് വെക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ വാശി ചെയ്യണ്ട. ഇല്ലു എന്നെ സഹായിക്കാൻ വന്ന് നിൽക്കുകയാണ്. ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. അതിനിടയിൽ കോലുമിഠായി തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു വിട്ടാ. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, ഇല്ലോ മാറി നിന്നമ്മ ചൂടുവെള്ളം ഒഴിക്കട്ടാ, കാലുമിക്ക് വീട്ടാന്നില്ല. പക്ഷെ ഒഴിക്കുന്ന ഇടയിൽ കുറച്ച് അവൻ്റെ കാലുമിക്ക് വീണു. അപ്പം വേഗം അവന് മനസ്സിലായി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പം അവൻ നീങ്ങിന്നും. അത് കഴിഞ്ഞ് അത് കുഴക്കണ്ടേ, ചൂടായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കത് കുഴച്ചെടുക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം നന്നായി ഞാനത് മിക്സ് ചെയ്ത് നന്നായി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചൂട് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണ്ടേ. അപ്പം ഞാൻ എൻ്റെ പൊടി അതിനനുസരിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് കുഴയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യണം. കാരണം ചിലപ്പോൾ നമുക്ക് ഇളക്ക് ശരിയായില്ലെങ്കിൽ എന്താ പറയുക, ഇടിയപ്പത്തിന് നമ്മളത് മിക്സ് ശരിക്കാവാണ്ട് വരും. അതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ചെമ്മീനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണ്. അല്ലാതെ എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി വെച്ച് പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഞാൻ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് മിക്സ് ചെയ്ത് വഴറ്റി പിന്നെ കുറച്ച് സബോള അരിഞ്ഞ് വെച്ചത് അതും കൂടി അതിലേക്ക് ഇട്ട് എല്ലാം ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അവിടെ കുറച്ച് എന്താ പറയുക ഒന്ന് ഇതാവട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും പോയി 2 തക്കാളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇതാവാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഒരു ഇളക്കി പിന്നെ അതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട്, പച്ചമുളക് ഇടാനായിട്ട് പിന്നെ വൈകി, എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, നമ്മൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവ് തോന്നി. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ എനിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ തക്കാളി ഇട്ടിട്ട് നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പിടിക്കുന്നുണ്ട് തീ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും വഴറ്റി കിട്ടണ വരെ ഞാൻ ഇരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും അതിലിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഇട്ടു. അങ്ങനെ വഴറ്റി നിന്നിട്ട് മസാല റെഡി ആവണ്ടേ, എന്നാലല്ലേ ചെമ്മീൻ അതിലിട്ടാൽ ശരിയായിട്ട് ടേസ്റ്റ് വരും. അങ്ങനെ ലാസ്റ്റ് ചെമ്മീനും വറുത്തച്ച ചെമ്മീനും അതിലിട്ട് ഇളക്കി കുറച്ച് നേരം അത് മൂടി വെച്ച് ഒന്ന് മിക്സായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഇതായി കിട്ടുമല്ലോ. അപ്പോൾ പാത്രം എടുക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങി പാത്രം എടുത്ത് വന്ന് പാത്രം തപ്പിയിട്ട് അത് എടുത്ത് മൂടി വെച്ചു. പിന്നെ ഇടിയപ്പത്തിനുള്ളത് കറക്കി അതും ഇലയിൽ ഇതാക്കി വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേരവിടെ കിടന്ന് നല്ല എന്താ പറയുക ഇതാവണമല്ലോ. എന്നിട്ട് അത് വെച്ചു. പിന്നെ അത് അടച്ച് വെച്ചു. അങ്ങനെ പിന്നെ എല്ലാ ഡിഷും തയ്യാറാക്കി ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം കൊണ്ടുവച്ച് സെറ്റാക്കി അവിടെ വെച്ചു. അപ്പം എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി വിളമ്പി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും ഒരു മടി. ക്യാമറയുടെ മുന്നിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് ആദ്യമായിട്ടൊരു ചമ്മലല്ലേ പിള്ളേരുകൾക്കൊക്കെ. രസമുണ്ടോ ചോദിച്ചേട്ടാ? അങ്ങനെ രസമുണ്ടോ